അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഇന്നിവിടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. നമുക്കറിയാം പുരാരേഖ വകുപ്പിൻ്റെ കീഴിലുള്ള ആ തസ്തികയാണ്. നിയമപരമായി നിലനിൽക്കാത്തൊരു തസ്തികയ്ക്ക് വേണ്ടിയാണ് PSC ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. PSCക്ക് ഒരു തസ്തിക സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ പരീക്ഷ നടത്താനും നിയമനം നടത്താനും അധികാരമുള്ളൂ. ഇത് ഇന്ന് നടക്കുന്ന അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ്. ആ തസ്തിക 1984 മുതൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള തസ്തികയാണ്. അത് ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ആ തസ്തികയുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയാണ് എൻ്റെ മുന്നിലുള്ളത്. ഇതുപോലൊരു തസ്തിക സ്ഥിരപ്പെടുത്തിയിട്ടില്ലെന്നും ഈ സ്ഥിരപ്പെടുത്തിയെന്ന് പറയുന്ന രേഖ പുരാരേഖ വകുപ്പിൻ്റെ കീഴിലില്ല എന്ന് കാണിക്കുന്ന രേഖയാണ്. അങ്ങനെ അത്തരമൊരു സർക്കാർ ഉത്തരവിലൂടെ സ്ഥിരപ്പെടുത്താത്ത ഒരു തസ്തികയ്ക്ക് എങ്ങനെയാണ് പരീക്ഷ നടത്താൻ പറ്റുന്നത്? ഇവിടെ PSC ചെയർമാനും പുരാരേഖ വകുപ്പ് ഡയറക്ടറും അതുപോലെ തന്നെ ഇന്ന് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയുമാണ് പരീക്ഷയിൽ പങ്കെടുക്കാൻ വരുന്നത്. ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രം ഈ പരീക്ഷ നടത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 2017 മുതൽ ഇതേ തസ്തികയിൽ താൽക്കാലികമായി ജോലി ചെയ്തു വരുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ മാത്രമാണ് പരീക്ഷയിൽ പങ്കെടുത്തത്. ഉണ്ണികൃഷ്ണന് മാത്രമാണ് റാങ്ക് കിട്ടിയത്. ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രമാണ് ഇന്നിവിടെ പരീക്ഷ നടക്കുന്നത്. അതിനുവേണ്ടിയാണ്, അതാണ് തടയാൻ ഉദ്ദേശിക്കുന്നത്. നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് യൂത്ത് കോൺഗ്രസ് തടയുന്നത്. PSC ചെയർമാൻ അടക്കം നമ്മുടെ ഈ വിവരാവകാശ രേഖ നിങ്ങൾ നടത്തുന്ന പരീക്ഷ ഇൻ്റർവ്യൂ നിയമവിരുദ്ധമാണെന്നും അത് താൽക്കാലിക തസ്തികയാണെന്നും ഇതുവരെ സർക്കാർ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നും ബോധ്യപ്പെടുത്തിയിട്ടും അദ്ദേഹം യൂത്ത് കോൺഗ്രസിനെയും കേരളത്തിലെ യുവജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ രേഖയാണ്. ഇത് സ്ഥിരപ്പെടുത്താത്തൊരു തസ്തികയാണ്. അതിലേക്ക് എങ്ങനെ PSC ഇൻ്റർവ്യൂ നടത്തും? ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കാശ് എന്തെങ്കിലും PSC ചെയർമാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഉണ്ണികൃഷ്ണന് മാത്രം പരീക്ഷ ചെയ്താൽ ഉണ്ണികൃഷ്ണൻ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീനാണോ? ഉണ്ണികൃഷ്ണന് മാത്രം പരീക്ഷ എഴുതാൻ കഴിയുന്നത് എന്ത് അത്ഭുത വിദ്യയാണ്? ബാക്കി ആർക്കും പരീക്ഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് MSc കെമിസ്ട്രിയാണ്. MSc കെമിസ്ട്രി PhD ഉള്ള ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ മാത്രം എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്നത്? ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. PSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. കേരളത്തിലെ യുവജനങ്ങളെ അങ്ങനെ 30 വെള്ളി കാശിന് വേണ്ടി വഞ്ചിക്കാനുള്ളതല്ല ഈ നിയമ പോരാട്ടം, ഈ സമര പോരാട്ടം യൂത്ത് കോൺഗ്രസ് തുടങ്ങി. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഇതിനകത്ത് നടക്കുന്ന മുഴുവൻ നടപടികളും ചോദ്യം ചെയ്തതിന് മുമ്പോട്ട് നമുക്ക് ആസൂത്രണ ബോർഡിൽ മൂല്യനിർണ്ണയം നടത്തിയാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റിയത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഇതുപോലെ ഒരാൾക്ക് വേണ്ടി പരീക്ഷ നടത്തി. കയർ ബോർഡിൽ റീജിയണൽ ഓഫീസർ തസ്തിക ഒരാൾക്ക് വേണ്ടി പരീക്ഷ നടത്തി. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി പരീക്ഷ എടുത്ത് മറ്റൊരു പരീക്ഷ കൂടി മാറിയിരിക്കുകയാണ്. അങ്ങനെ അവരെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പരീക്ഷ നടത്താൻ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടത്തി ഉദ്യോഗാർത്ഥിയെ തെരഞ്ഞെടുത്താൽ ഒരാൾ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റുള്ളത്. ഇന്ന് ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടിയതിന് തുല്യമാണ്. കോടതിയിൽ പോയി അതിനെ ന്യായീകരിക്കാൻ കഴിയും. അപ്പോൾ ഇന്റർവ്യൂ നടക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഏക വഴിയുള്ളൂ. അതല്ലെങ്കിൽ ഒരു തട്ടിപ്പിലൂടെ നമ്മുടെയൊക്കെ കൺമുന്നിലൂടെ തട്ടിപ്പ് നടത്തി ജോലി നേടുന്നത് പരിഹാസമായി നമ്മൾ നോക്കിക്കേണ്ടി വരും. അതായത് ഇതുപോലെ തട്ടിപ്പുകാരൻ ജോലി കിട്ടുകയും കഷ്ടപ്പെടുന്നവർ പരിഹാസരാകുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ്റെ ഇൻ്റർവ്യൂ തടയാൻ ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ വേറെ ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും തടയാൻ ആഗ്രഹിക്കില്ല. ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് കയറുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും.